സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റൽ എബിലിറ്റി ആണ്. മെന്റൽ എബിലിറ്റിയില് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് വരുന്നത് പാറ്റേൺ കംപ്ലീഷൻ ആണ്. അപ്പൊ മാത്സിലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പാറ്റേൺ കംപ്ലീഷൻ. എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയി പഠിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട് ചെയ്തെടുക്കാൻ. അതിനു മുമ്പ് ഇതെങ്ങനെയൊക്കെ വരുന്നു എന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ പാറ്റേൺ കംപ്ലീഷനും ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനോ അല്ലെങ്കിൽ ഇങ്ങനെ ആവർത്തിച്ച് പോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സീക്വൻസോ ആയിരിക്കും. ഇപ്പൊ ആദ്യം ഒരു സർക്കിൾ തന്നു, അടുത്തൊരു ട്രയാങ്കിൾ തന്നു, പിന്നെ ഒരു റെക്ടാങ്കിൾ തന്നു, എന്നിട്ട് വീണ്ടും ഒരു സർക്കിൾ തന്നു, റെക്ടാങ്കിൾ തന്നു, ട്രയാങ്കിൾ തന്നു, റെക്ടാങ്കിൾ തന്നു, എന്നിട്ട് ഡാഷ് ചോദിച്ചാൽ നമുക്കറിയാം ഇത് സർക്കിൾ ആണ്. വീണ്ടും ഡാഷ് ചോദിച്ചാൽ അത് ട്രയാങ്കിൾ ആണ്. വീണ്ടും ഡാഷ് ചോദിച്ചാൽ നമുക്കറിയാം അത് റെക്ടാങ്കിൾ ആണ്. അല്ലെ, 1 2 3 1 2 3 ഈ ഒരു ഫിഗേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോ റിപ്പീറ്റഡ് ഡിസൈൻസോ റെക്കറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ആവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലെ, അപ്പൊ ആവർത്തിക്കുന്ന സീക്വൻസോ ആകാം, ഏതെങ്കിലും ഒക്കെ ഒരു ഷേപ്പ് ആകാം, ആവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഷേപ്പ് ആകാം. ഇന്ന ഷേപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റണം എന്നില്ല. എന്നിട്ട് അടുത്ത ഷേപ്പ് ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സർക്കിൾ ആണെന്നറിയാം. അടുത്ത ഷേപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് എന്നറിയാം. അറിയത്തില്ലേ? ഇതാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹായ് ശിവു, ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ? പിടികിട്ടിയില്ലേ? അപ്പൊ ഇതൊരു ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ആകാം. ഇപ്പൊ എ ബി സി ഡി ഡാഷ്, വീണ്ടും ഡാഷ്. അപ്പൊ എ ബി സി ഡി കഴിഞ്ഞാൽ ഇ ആണ്, അത് കഴിഞ്ഞാൽ എഫ് ആണ്, പിന്നെ ഡാഷ് എന്നാൽ ജി ആണ്. ഇത് നമുക്കൊരു ഓർഡറിലെ ലെറ്റർ അറിയാമല്ലോ. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കാം, എ സി ഇ ഡാഷ്. എ കഴിഞ്ഞ് ബി ആണ്, അത് എഴുതിയില്ല, സി എഴുതി. സി കഴിഞ്ഞുള്ള ഡി എഴുതിയില്ല, ഇ എഴുതി. ഇനി ഇ കഴിഞ്ഞുള്ള എഫ് എഴുതണ്ട, ജി എഴുതാം. ഇതല്ലേ നമ്മുടെ ഉത്തരം. അപ്പൊ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ തരാം, അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ തരാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഡറിലോ കണ്ടിന്യൂസ് ആയിട്ടോ ഒക്കെ തന്നിട്ട് നെക്സ്റ്റ് നമ്പർ ഏത് എന്ന് ചോദിക്കുന്നു. ഇതാണ് പാറ്റേൺ കംപ്ലീഷൻ എന്ന് പറയുന്നത്. ഡൗട്ട് ഇല്ലല്ലോ? നമ്മൾ ഒത്തിരി പ്രോബ്ലംസ് ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായി മനസ്സിലാകും. പിന്നെ ഇതിന്റെ തിയറി ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ അടുത്തൊരു വേർഡ് തരിക. നോക്കുക, നമ്മുടെ അടുത്ത് ഇങ്ങനെ തരുന്നു, അതായത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ഡാഷ്. അപ്പൊ എ ബി സി ഉണ്ട്, ഡി ഇ എഫ് ഉണ്ട്, ജി എച്ച് ഐ ഉണ്ട്, അടുത്തത് ജെ കെ എൽ ആണ് അടുത്ത വേർഡ്. അല്ലെ, ഒരുമിച്ചുള്ള വേർഡ്. ക്ലിയർ ആണ്? ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ തരുന്നു, ആപ്പിൾ, ബസ്, ക്യാറ്റ്, ഡോഗ് ഡാഷ്. അപ്പൊ ഇവിടെ ആദ്യം എയിൽ സ്റ്റാർട്ട് ചെയ്തു, അടുത്തത് ബിയിൽ സ്റ്റാർട്ട് ചെയ്തു, സിയിൽ സ്റ്റാർട്ട് ചെയ്തു, ഡിയിൽ സ്റ്റാർട്ട് ചെയ്തു, എങ്കിൽ അടുത്തത് എന്തായിരിക്കും? ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ഉത്തരം എഴുതുക. അപ്പൊ ഇതാണ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ വേർഡ്സ് പ്രോബ്ലം ഉണ്ട്, നമുക്കത് വഴിയെ ചെയ്യാം. ക്ലിയർ ആണോ? കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു ഐഡിയ കേട്ടോ, ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ അങ്ങ് ക്ലിയർ ആകണം എന്നില്ല. ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് അങ്ങ് പെർഫെക്റ്റ് ആവുകയുള്ളൂ. ഇപ്പൊ ഒരു ഏകദേശ ഐഡിയ ഒക്കെ മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനി നമ്മള് നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1 2 3 4 5 ഡാഷ് ഡാഷ്. ഇപ്പൊ ഇത് 6 ആണ്, ഇത് 7 ആണെന്ന് അറിയാം, കാര്യം ഇത് നാച്ചുറൽ നമ്പർ ആണ്, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ ആണ്, കൗണ്ടിങ് നമ്പേഴ്സ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് 2 4 6 8 ഡാഷ്. അപ്പൊ ഇത് ഇരട്ട സംഖ്യകളാണ്, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് ആണ്. അടുത്തത് എന്താണ്? 10 ആണ്. ഇനി നിങ്ങളുടെ 1 3 5 7 9 11 ഡാഷ്. ഇത് ഓഡ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് 13 ആണ് എന്ന് എല്ലാവർക്കും പിടികിട്ടിയോ? അപ്പൊ നമുക്ക് നമ്പർ സീരീസ് ഇങ്ങനെ ചോദിക്കും. ഇത് കൂടാണ്ട് എലിഫന്റ്, ഈ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഡ് ആകാം കേട്ടോ. എലിഫന്റ് ഓക്കെ ആണ്, ഏതാണോ ഈ വെച്ചുള്ള വേർഡ് ഫ്രം ദി ഓപ്ഷൻ യു ക്യാൻ സെലക്ട്. ഓക്കെ ആണ്. ഇനി മറ്റൊരു കാര്യം, നമ്മളുടെ നമ്പേഴ്സ് വരുമ്പോൾ ഇപ്പൊ 5 10 15 ഡാഷ്. നിങ്ങൾ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 17, ഓപ്ഷൻ ഡി 18. നിങ്ങളുടെ ആൻസർ എന്താണ്? 5 10 15 ഡാഷ്. എല്ലാവരും ആൻസർ പറഞ്ഞേ.
ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതേ ഉള്ളൂ 5, 10, 15 ഡാഷ്. അപ്പൊ അടുത്തത് ഏതായിരിക്കും? ഇത് 5 കൂടി കൂടി പോവുകയാണ്, അല്ലെങ്കിൽ 5ന്റെ ടേബിൾ ആണ് എന്ന് പറയാം. 5, 10, 15. അടുത്ത എന്തായിരിക്കും ആൻസർ? 20 ആയിരിക്കും. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഇങ്ങനെ തന്നാലോ? 10, 20, 30, 40 ഡാഷ്. എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? എന്താണ് നിങ്ങളുടെ ആൻസർ? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. അപ്പൊ ആദ്യം നമ്മൾ 5ന്റെ ടേബിൾ ആണ് കണ്ടതെങ്കിൽ ഇപ്പോൾ നമ്മൾ 10ന്റെ ടേബിൾ ആണ് കാണുന്നത്. അപ്പൊ ഇവിടെ 40 കഴിഞ്ഞാൽ 50 ആണ് വരേണ്ടത്. ആൻസർ ഓപ്ഷൻ സി ആണ്. പിടികിട്ടിയില്ലേ? പിടികിട്ടിയോ? ഇനി ഇവിടെ എന്തായിരിക്കും ഉത്തരം? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. 6, 12, 18 കിട്ടുന്നുണ്ടോ? ക്വസ്റ്റ്യൻ പിടികിട്ടുന്നില്ല, ചുമ്മാ ഒരു എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് 10ന്റെ ടേബിൾ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. ഇത് 6ന്റെ ടേബിൾ ആണ്. 1 6, 6 12, 6 3 18, 6 4 24, 5 30 ആണ് ആൻസർ. ഇങ്ങനെയാണ് നമ്മളുടെ നമ്പേഴ്സ് വെച്ചിട്ട് വരുന്നത്. ഷേപ്സ് വെച്ച് നിങ്ങൾ കണ്ടു. എന്തെങ്കിലുമൊക്കെ ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റോ എന്തെങ്കിലുമൊക്കെ പർട്ടിക്കുലർ റൂൾസിലായിരിക്കാം ഇങ്ങനെ പാറ്റേൺസ് ഫില്ല് ചെയ്യാൻ ചോദിക്കുക. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഒന്നെങ്കിൽ അഡിഷൻ വെച്ചിട്ട് ഒന്ന് കൂടി കൂടി പോകുന്നു, അല്ലെങ്കിൽ കുറച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് കണ്ട് നോക്കിക്കോ, 11, 9, 7 ഡാഷ്. ഇത് 2 വീതം കുറച്ച് കുറച്ച് പോവുകയാണ്. അപ്പൊ അടുത്ത ഉത്തരം എന്താണ്? 5. അടുത്ത ഉത്തരം എന്താണ്? 5. അപ്പൊ കൂട്ടി കൂട്ടി ക്വസ്റ്റ്യൻസ് വരാം, അതുപോലെ കുറച്ചു കുറച്ചും ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ നോക്കിയേ, 1, 4, 7, 10 ഡാഷ്. ഇതിന് ആൻസർ എന്താണ് എന്ന് നിങ്ങൾ ഒന്ന് പറയാൻ ശ്രമിക്കുക. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഇവിടെ 1ന്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് 4 കിട്ടിയത്. 4ന്റെ കൂടെ 3 കൂട്ടിയപ്പോ 7 കിട്ടി. 7ന്റെ കൂടെ 3 കൂട്ടിയപ്പോ 10 കിട്ടി. 10ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 13 ആണ് കിട്ടുന്നത്. ആൻസർ 13. ഇവിടെ കൂട്ടി കൂട്ടിയാണ് ഉത്തരം എടുത്തിരിക്കുന്നത്. പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? അതുപോലെ നമുക്ക് കുറച്ച് കുറച്ചുള്ള സീരീസും ഉണ്ട്. 9, 5, 1 ഡാഷ്. നെഗറ്റീവ് അറിയാലോ. 9ന്ന് 4 കുറച്ചപ്പോൾ 5, 5ന്ന് 4 കുറച്ചപ്പോൾ 1. അടുത്ത 1ന്ന് 4 കുറയ്ക്കുമ്പോ എങ്ങനെ വരും? 0 വരും. -1, -2, -3. 1, 2, 3, 4. നമ്മുടെ ആൻസർ -3 ആയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണ്? ഓക്കെ. അപ്പോ ഇങ്ങനെ അഡിഷനോ സബ്ട്രാക്ഷനോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആകാം, ഡിവിഷൻ ആകാം, സ്കിപ്പ് കൗണ്ടിങ് ആകാം, റിവേഴ്സ് കൗണ്ടിങ് ആകാം, ആൽഫബറ്റിക്കൽ സീരീസ് A to Z ഓ Z to A ആകാം, സ്കിപ്പിംഗ് ലെറ്റേഴ്സ് ആകാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പാറ്റേൺസ് ചോദിക്കും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടു ഫൈൻഡ് ദ മിസ്സിംഗ് പാർട്ട് ഇൻ ദി ഫിഗർ പാറ്റേൺ. കംപ്ലീറ്റ് ചെയ്യുക. 4 തന്നു, A തന്നു, 16 തന്നു, 25 തന്നു, 36 B തന്നു. നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്. ഓപ്ഷൻ എ 9, 9, 49, 49, 9, 9, 64, 81, 49. എല്ലാവർക്കും ആൻസേഴ്സ് കമന്റ് ചെയ്യാം. എല്ലാരും ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യണേ. എല്ലാരും ആൻസേഴ്സ് കമന്റ് ചെയ്യണേ. നെക്സ്റ്റ് വീക്സ് എക്സാം ആണ്. ഓക്കെ, എല്ലാരും ആൻസർ കമന്റ് ചെയ്യുക. ഏറ്റവും ആദ്യം ആൻസർ കമന്റ് ചെയ്യുന്ന ആരാന്ന് ഇനി മുതലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റെഗുലർ ക്വസ്റ്റ്യൻ വന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഏറ്റവും ആദ്യം കമന്റ് ചെയ്യുന്ന ആളാരാന്ന് നമുക്ക് നോക്കണം. ഏറ്റവും ആദ്യം ശരി ഉത്തരം പറയുന്നത് ആര്?
ജുവാൻ ആണ് ഏറ്റവും ഫസ്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി എന്നാണ് ജുവാൻ ആൻസർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2 ഉത്തരങ്ങളാണ് ഇവിടെ പറയേണ്ടത് അല്ലെ. എ എന്താണെന്നും പറയണം, ബി എന്താണെന്നും പറയണം. ഇത് നമുക്ക് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, 6 സ്ക്വയർ, 7 സ്ക്വയർ, 8 സ്ക്വയർ, 9 സ്ക്വയർ, 10 സ്ക്വയർ ഇങ്ങനെ സ്ക്വയറുകൾ പഠിക്കാനുണ്ട്. എന്താണ് 1 സ്ക്വയർ? 1 into 1 ആണ്. 2 സ്ക്വയർ 2നെ 2 തവണ ഗുണിക്കുന്നതാണ്. 3 സ്ക്വയർ 3നെ 3 തവണ, അതായത് എല്ലാത്തിനെയും 2 തവണയാണ് അതാത് സംഖ്യകൾ ഗുണിക്കുന്നതാണ്. 3 ഗുണം 3. 4 സ്ക്വയർ 4 ഗുണം 4 ആണ് 16. 5ന്റെ സ്ക്വയർ 5 ഗുണം 5 ആണ് 25. 6 സ്ക്വയർ 6 ഗുണം 6 ആണ് 36. 7 സ്ക്വയർ 7 ഗുണം 7 ആണ് 49. അപ്പൊ 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 16 ആണ്, 5 സ്ക്വയർ 25 ആണ്, 6 സ്ക്വയർ 36 ആണ്, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100. ഇത് നമ്മൾ പഠിച്ചു വെക്കുക. ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ 2 സ്ക്വയർ തന്നു 4, 3 സ്ക്വയർ 9 ആണെന്ന് അറിയാം, 4 സ്ക്വയർ 16 തന്നു, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36. അപ്പൊ 7 സ്ക്വയർ ആണ് വേണ്ടത്. 7 സ്ക്വയർ 49 അല്ലേ. അപ്പൊ ഓപ്ഷൻ എ അല്ലേ ഉത്തരം. 9ഉം 49ഉം അല്ലേ. 2ന്റെ സ്ക്വയർ തന്നു, 3യുടെ സ്ക്വയർ 4, 5, 6, 7ന്റെ സ്ക്വയർ. അപ്പോ 7 സ്ക്വയർ 49. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ അല്ലേ. എല്ലാവർക്കും ക്ലിയർ ആയോ? രാജലക്ഷ്മി പറഞ്ഞു ഓപ്ഷൻ സി. ഓക്കെ, സിജി പറഞ്ഞു ഓപ്ഷൻ സി. ക്ലിയർ ആണ്. എല്ലാവർക്കും പിടി കിട്ടി. ഓപ്ഷൻ സി ആണ് ഉത്തരം. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓപ്ഷൻ സി എന്ന് പറഞ്ഞു, പക്ഷെ ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാരും ഓപ്ഷൻ സി പറഞ്ഞു. ആൻസർ എന്താണ്? ഓപ്ഷൻ എ അല്ലേ. 3 സ്ക്വയർ 9 ആണ്. 7 സ്ക്വയർ ആണ് ഇവിടെ ചോദിച്ചത്. അത് 7 7 49 ആണ്. ഓപ്ഷൻ എ അല്ലേ ഉത്തരം. ഇപ്പൊ ക്ലിയർ ആയവർ ഇമോജീസ് ഇടുക. ക്ലിയർ ആയവർ ഇമോജീസ് ഇടുക. നിങ്ങളുടെ ആൻസർ പെർഫെക്റ്റ് ആയി മനസ്സിലായവർ ഇമോജീസ് ഇടുക. ഓക്കെ, ക്ലിയർ ആയവർക്ക് ഇമോജീസ് ഇടാം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റൂ. ക്ലിയർ ആണ്. അങ്ങനെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരുപാട് പേർ തെറ്റിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് മാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. എല്ലാവരും റെഡിയാണോ? എല്ലാവരും റെഡി ആണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറയുന്ന ആരാണെന്ന് അറിയാൻ ഞാൻ ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണ്. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ, എല്ലാരും നോക്കിയേ. ഓക്കെ, എല്ലാരും റെഡിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. 9ന്റെ സ്ക്വയർ 81 ആണ്. 9 ഗുണം 9 എന്താണ്? 9 ഗുണം 9 9 ഗുണം 9 81. 10 ഗുണം 10 വളരെ സിമ്പിൾ ആണ്. 10 എഴുതുക, അറ്റത്തൊരു 0 കൊടുക്കുക, 100 ആണ്. 11 ഗുണം 11 121. 12 ഗുണം 12 144. 13 ഗുണം 13 169 ആണ്. ക്ലിയർ ആണ്. 14 196 15 225 16 ഇങ്ങനെ പോകുന്നു. 256 17 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. നമുക്ക് കുറച്ച് പഠിച്ചു വെച്ചാൽ മതി. ക്ലിയർ ആണ്. ഓക്കെ ആണ്. ആൻസർ വരട്ടെ. ആൻസർ താണ്ട് വന്നു കഴിഞ്ഞു. ബി പറയുന്നുണ്ട്. എല്ലാരും ബിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ലെറ്റ്സ് ചെക്ക് ആരുടെ ആൻസർ ആണ് ശരി. ബി തന്നെയാണ് ആൻസർ. നമുക്ക് നോക്കാം എങ്ങനെ നിങ്ങൾക്ക് ബി കിട്ടി. ഇവിടെ നമുക്ക് ഈ ഒരു 5, ഇത് 5 എണ്ണം ഉണ്ട് അല്ലെ. ഇവിടെ 1 ഉണ്ട്, ഇത് 4 ഉണ്ട്. 5 1 6, 6 4 10. ഇത് കൂട്ടിയപ്പോൾ 10 കിട്ടി. ഇത് 2 ഉണ്ട്. ഈ അറ്റത്ത് ഞാൻ എഴുതുകയാണ്. ഇത് 4 ഉണ്ട്, ഇത് 4 ഉണ്ട്. 4 4 8, 2 കൂട്ടിയപ്പോൾ 10 കിട്ടി. എങ്കിൽ ഇവിടെ 5 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 7 ഉണ്ട്. 7ന്റെ കൂടെ 3 കൂട്ടിയാലാണ് നമുക്ക് 10 കിട്ടുന്നത്. അപ്പൊ ആ 3 ആണ് ഇവിടെ മിസ്സിംഗ്. ക്ലിയർ ആണ്. ഇത് ഈ ഒരു കോളം ബേസ് നോക്കിയാലും, കോളം എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ താഴോട്ടുള്ള സാധനമാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്.
അല്ല ഇങ്ങനെ റോ ബേസ് ഇങ്ങനെ ഹൊറിസോണ്ടൽ നോക്കിയാലും വെർട്ടിക്കൽ നോക്കിയാലും ഇതിന്റെ സമ്മ് 10 ആണ്. സമ്മ് 10 ആണ്. അപ്പൊ കോളം നോക്കിയാലും ഇങ്ങനെ ഹൊറിസോണ്ടൽ നോക്കിയാലും സമ്മ് 10 കിട്ടണം. ഇവിടെ 10 കിട്ടണമെങ്കിൽ 3 ആണ് വെക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാവർക്കും പിടികിട്ടിയോ? പിടികിട്ടിയവരെല്ലാം ഇമോജീസ് വാരി വിതറൂ. ഇമോജീസ് വാരി വിതറിയാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ ആണ്? ക്ലിയർ ആണ്? ഓക്കെ ആണ്? ക്ലിയർ അല്ലേ? ഹായ് ജുവൽ. ജുവൽ ആണ് ഏറ്റവും ഫസ്റ്റ് ഉത്തരം പറഞ്ഞത് അല്ലെ? കൺഗ്രാറ്റ്സ് ജുവൽ. ഓക്കെ, കൺഗ്രാറ്റ്സ് ജുവൽ. ജുവലാണ് ഇപ്രാവശ്യം ഏറ്റവും ടോപ്പ് ആൻസർ പറഞ്ഞിരുന്നത്. അപ്പോ നമ്മള് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഈ പ്രാവശ്യം ഏറ്റവും ഫസ്റ്റ് ഉത്തരം പറയാൻ പോകുന്നത് ആരാ നമുക്ക് നോക്കണം. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ പിടികിട്ടിയില്ലേ? അപ്പൊ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാവരും ആൻസർ വളരെ ഫാസ്റ്റ് ആയി പറയുക. വിച്ച് വൺ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇതിന്റെ ഉത്തരം എന്താണ് എന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റിയാൽ ഏത് നമ്പറിന് നമുക്ക് അവിടെ പുട്ട് ചെയ്യാൻ പറ്റും? 5, 6, 30, 6, 7, 42, 9, question mark 36. Hi, say Hera. നമുക്ക് നോക്കണം ആരാണ് ഏറ്റവും ആദ്യം ഉത്തരം പറയാൻ പോകുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഏറ്റവും ആദ്യം ഉത്തരം പറയുന്നത് ആരാണ് എന്ന് നോക്കാനുള്ള വെയിറ്റിംഗിലാണ്. ആരായിരിക്കും ഏറ്റവും ആദ്യം ഉത്തരം പറയാൻ പോകുന്നത്? ഓക്കെ, പല ആൻസേഴ്സ് വരുന്നുണ്ട്. സി പറയുന്നുണ്ട്. ജുവൽ ആണ് ഏറ്റവും ആദ്യം സി പറഞ്ഞിരിക്കുന്നത്. ജിൻസി തൊട്ടുപിറകിൽ സി പറഞ്ഞു. പൊന്നു ശ്രീനന്ദ പറഞ്ഞു സി. ശിവനന്ദ സി പറഞ്ഞു. രാജലക്ഷ്മി സി പറഞ്ഞു. ശിവു സി പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം. കുറെ പേർ സി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഏതാണ് നമ്മുടെ ഉത്തരം. ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? 5, 6 പെട്ടെന്ന് 30 എഴുതി. 6, 7 പെട്ടെന്ന് 42 എഴുതി. 9-36. അപ്പൊ ഇവിടെ 5, 6നേക്കാൾ വളരെ വലിയൊരു നമ്പർ ആണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഇതൊരു ഗുണനമായിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ബിഗ് നമ്പർ തൊട്ടടുത്തുണ്ടെങ്കിൽ അത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഇത് നമ്മളുടെ ക്ലൂ ആണ്. വളരെ വലിയൊരു നമ്പർ തൊട്ടടുത്തിരിപ്പുണ്ടെങ്കിൽ അതൊരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5ന്റെ കൂടെ 6 ഗുണിച്ചാൽ 30 കിട്ടും. 6ന്റെ കൂടെ 7 ഗുണിച്ചാൽ 42 കിട്ടും. 9ന്റെ കൂടെ ഏത് സംഖ്യ ഗുണിച്ചാൽ 36 കിട്ടും. 9 4s ആണ് 36. ഇനി അത് അറിയത്തില്ലെങ്കിൽ 36നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 4 36. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ 5 ഗുണം 6 സമം 30 ആണ്. 6 ഗുണം 7 സമം 42 ആണ്. 9 ഗുണം ഡാഷ് സമം 36. അപ്പൊ ഈ ഡാഷ് എന്ന് പറയുന്നത് 36/9 ചെയ്താലും മതി. അപ്പോൾ നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി ആണ് 4. അപ്പൊ ഈ ക്വസ്റ്റ്യനിലും ഏറ്റവും ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജുവൽ ആണ്. കൺഗ്രാറ്റ്സ് അഗൈൻ ജുവൽ. ഓക്കെ, ശിവു ആൻസർ ശരിയാണ് അല്ലെ? ഓക്കെ, സാൽവിയ ആൻസർ ശരിയാണ്. അപ്പൊ എല്ലാവർക്കും പിടികിട്ടിയില്ലേ? ഈ ആൻസർ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡൗട്ട് ഇല്ലല്ലോ. എങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും ആദ്യം ഉത്തരം പറയുന്നത് ആര് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. CD, FG, IJ, ക്വസ്റ്റ്യൻ OP. ഹായ് ലീവ. ഇപ്പോൾ ആൻസർ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജുവൽ ആണ്. ബി ആണ്
ഉജ്വൽ ആൻസർ പറഞ്ഞിരിക്കുന്നത്. ശ്രീലക്ഷ്മി ഡി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ആരുടെ ഉത്തരമാണ് ശരിയായിട്ടുള്ളത്. ശ്രീനന്ദ ബി ആണ് പറയുന്നത്, ഹന്ന ബി പറയുന്നുണ്ട്, ശിവു ബി പറയുന്നുണ്ട്. നോക്കാം, സിമ്പിൾ ആണ് അല്ലെ. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. വളരെ ഫാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എ കഴിഞ്ഞാൽ ബി, അത് തന്നിട്ടില്ല. സി ഡി തന്നു, സി കഴിഞ്ഞാൽ ഡി അല്ലേ. അത് കഴിഞ്ഞ് ഇ എന്ന് പറയുന്ന ലെറ്റർ തന്നിട്ടില്ല, പകരം എഫും ജിയും തന്നു. അത് കഴിഞ്ഞ് എച്ച് ആണ്, അത് തന്നിട്ടില്ല. ഐ ജെ തന്നു. ഇനി കെ തരണ്ട അല്ലെ, എല്ലും എമ്മും തരണം. എല്ലും എമ്മും ആണ് നമ്മുടെ ആൻസർ. അടുത്ത എൻ വേണ്ട, ഓയും പിയും. ക്ലിയർ ആണ്. ഇതാണ് നമ്മളുടെ ഉത്തരം. എല്ലാവർക്കും പിടി കിട്ടിയോ? എല്ലാവർക്കും പിടി കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇനി ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് എന്ന് എല്ലാവരും കമന്റ് ചെയ്യണം. എല്ലാവരുടെ ആൻസർ കമന്റ് ചെയ്യുക. എ ഡി ജി ജെ ഡാഷ്. എൽ ആണോ, കെ ആണോ, എം ആണോ, എച്ച് ആണോ? നിങ്ങളുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഓക്കെ, ഇവിടെ എ കഴിഞ്ഞ് ഡിയിലേക്ക് പോയി, ബിയും സിയും എഴുതിയിട്ടില്ല. ഡി കഴിഞ്ഞ് ഇയും എഫും എഴുതാണ്ട് ജിയിലേക്ക് പോയി. ഇനി എച്ചും ഐയും രണ്ടക്ഷരങ്ങൾ കഴിഞ്ഞിട്ടാണ് അടുത്തതിലേക്ക് പോയത്, ജെ. ഇനി കെയും എല്ലും കഴിഞ്ഞിട്ടുള്ള എം ആണ് നമ്മുടെ ഉത്തരം. പിടികിട്ടിയോ? എ കഴിഞ്ഞ് ബി സി ഇല്ല, ഡി, ഇ എഫ് ഇല്ല, ജി, എച്ച് ഐ ഇല്ല, ജെ, കെ എൽ കഴിഞ്ഞ്. അപ്പൊ ഇവിടെ രണ്ടെണ്ണം വിട്ടിട്ടാണ്, രണ്ട് ലെറ്റേഴ്സിനെ കളഞ്ഞിട്ട് അടുത്തതിലേക്ക് പോയി. മൂന്നാമത്തെ ലെറ്റർ എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണ്. ഇങ്ങനെ ലെറ്റർ നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാല വെച്ചിട്ട് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്ലിയർ ആണ്. ചിലപ്പോ അടുപ്പിച്ച് തരും, എ ബി സി ഡി. ചിലപ്പോ ഒന്ന് ഇടവിട്ട് തരും, ചിലപ്പോ രണ്ടിടവിട്ട് തരും. ഇങ്ങനെ പല രീതിയിൽ തരും. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, എ ബി ഡി ജി കെ ഡാഷ്. ഇവിടെ എ കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ ആയ ബി, ഒരു ഡിഫറൻസും ഇല്ല. ബി കഴിഞ്ഞ് ഒരെണ്ണം കളഞ്ഞിട്ട് സി ഇല്ലാണ്ട് ഡി. അടുത്തത് ഡി കഴിഞ്ഞ് ഇയും എഫും ഇല്ലാണ്ട് രണ്ടെണ്ണം ഇല്ലാണ്ട് ജി. പിന്നെ എച്ച് ഐ ജെ മൂന്നെണ്ണം ഇല്ലാണ്ട് കെ. അടുത്തത് നാലെണ്ണം ഇല്ലാണ്ട് അടുത്ത ലെറ്ററിലേക്ക് പോണം, എൽ എം എൻ. ഓ കഴിഞ്ഞിട്ടുള്ള പി ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടി കിട്ടിയോ? ഇവിടെ കണ്ടോ, സാധാരണ ഒന്നെങ്കിൽ രണ്ട് 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 എന്നുള്ള വ്യത്യാസം, ഒന്ന് 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 എന്നുള്ള വ്യത്യാസം. ഇവിടെ ആദ്യം 0, എ കഴിഞ്ഞ് ബി തന്നെ തൊട്ടടുത്ത്. പിന്നെ ഒന്ന് കളഞ്ഞു, സി ഇല്ലാണ്ട് ഡി തന്നു. ഇയും എഫും ഇല്ലാണ്ട് ജി തന്നു. എച്ച് ഐ ജെ ഇല്ലാണ്ട് കെ തന്നു. എങ്കിൽ നാലെണ്ണം കഴിയണം, എൽ എം എൻ ഒ. അടുത്തതിലേക്ക് പോ, പി അല്ലെ. ഓക്കെ ആണ്. ശിവാനിയേക്ക് പിടി കിട്ടിയോ? ശ്രീനന്ദയ്ക്ക് മനസ്സിലായോ? ക്ലിയർ ആണ്. എല്ലാവർക്കും പിടി കിട്ടിയോ? എല്ലാവർക്കും പിടി കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണ് എന്നുള്ളവർക്ക് ഇമോജീസ് ഇടാം. നമ്മൾ ആദ്യം എന്താണ് പാറ്റേൺ സീക്വൻസ് എന്ന് പറഞ്ഞു, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടു. ആദ്യ ചോദ്യം കണ്ടു, രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഇത് മനസ്സിലായി. മൂന്നാമത്തെ ചോദ്യം പഠിച്ചു, നാലാമത്തെ ചോദ്യം പഠിച്ചു. നമ്മളുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തു, ഇതായിരുന്നു ആറാമത്തെ ചോദ്യം. എല്ലാവർക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഇമോജീസ് ഇടുകയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും ആദ്യം ആൻസർ പറയുന്നത് ആരാണെന്ന് നമുക്ക് നോക്കണം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഈ കാണുന്നതാണ് അടുത്ത ചോദ്യം. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറയുന്ന ആൾ ആരാണ് എന്ന് നമുക്ക് നോക്കണം. ഫൈൻഡ് ഔട്ട് ദ ക്വസ്റ്റ്യൻ ഫിഗർ ആണ്. ഈ ക്വസ്റ്റ്യന് മാച്ച് ആയിട്ടുള്ള ഫിഗർ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഭാഗത്ത് വെക്കേണ്ട ഫിഗർ? ഹൈ റയാൻ, ഡി കിട്ടി. ഏറ്റവും ആദ്യം പറഞ്ഞത് ശ്രീനന്ദയാണ് ആൻസർ, ഡി പറഞ്ഞു.
അഭിരാമി തൊട്ടുപുറകിൽ ഡി പറഞ്ഞു, റയാൻ പറഞ്ഞു, ജുവലിന്റെ ഹന്ന പറഞ്ഞു, ശിവു പറഞ്ഞു, ഡി പറഞ്ഞു, ഫിയോന. ക്ലിയർ ആണ്? ഓക്കെ, നമുക്ക് നോക്കാം ആരുടെ ആൻസർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നേരെ ഒരു വര വരച്ചാൽ ഇതൊരു റെക്ടാങ്കിൾ കംപ്ലീറ്റ് ആകും അല്ലെ? ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെയാണ് വര. ഇനി ഇവിടെ നാണ്ട് ഒരു ചെറിയ ട്രയാങ്കിള് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. എല്ലായിടവും നമുക്ക് ഈ ട്രയാങ്കിൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ട്രയാങ്കിൾ എല്ലായിടവും ഉണ്ട്. എങ്കിൽ നമ്മൾ ആ ട്രയാങ്കിളിനെ വരച്ചു. അതായത് ഇങ്ങനൊരു വര വേണം, ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ഒരു ട്രയാങ്കിളും വേണം. ഇങ്ങനൊരു വര വേണം, ഈ സൈഡിലേക്ക് ട്രയാങ്കിളും വേണം. ഈ സൈഡിലേക്ക് ട്രയാങ്കിളും വേണം, ഇങ്ങനൊരു വരയും വേണം. തിരിഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ ഓപ്ഷൻ ബി. ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇതൊരു ഫുൾ വരയാണോ? ഇങ്ങ് വര മുട്ടുന്ന വരയാണോ? അല്ല. അപ്പൊ ഫുൾ വരയാണോ എന്ന് നമ്മൾ നോക്കി. ഇവിടെ കണ്ടോ, ഫുൾ വരയിൽ ഇങ്ങനെ നീളത്തിലൊരു വര. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉള്ളു വര, ഈ സൈഡിൽ മാത്രമാണ് വര. അപ്പോ നമ്മൾ സി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. ഇവിടെ വരയില്ല, വര വേണ്ടേ? അപ്പൊ ഇതും എലിമിനേറ്റ് ചെയ്തു. അപ്പൊ ഇത്രയും ഭാഗത്ത് മാത്രമാണ് വര. ആ കറക്റ്റ് വരയുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഇതാണ് നമ്മുടെ ഉത്തരം. കറക്റ്റ് ഇങ്ങനെ ഒരു വരയും കൂടി മതി. അപ്പൊ നമുക്ക് ഫ്രം ദി ഓപ്ഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം കിട്ടി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാവർക്കും കിട്ടിയ ആൻസർ ഓപ്ഷൻ ഡി എന്ന ഉത്തരം എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? ഹായ് ഹന്ന, ഹായ് സാൽവിയ ഡി ആണ് ആൻസർ പറഞ്ഞത്. കൺഗ്രാറ്റ്സ്. അപ്പൊ ഡി പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഫിയോന ഡി പറഞ്ഞു, കൺഗ്രാറ്റ്സ്. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പൊ ഈ പ്രാവശ്യം ഏറ്റവും ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ശ്രീനന്ദയാണ്. കൺഗ്രാറ്റ്സ് ശ്രീനന്ദ. അപ്പൊ ഇതുവരെ ജുവൽ ആയിരുന്നു ഏറ്റവും ഫസ്റ്റ് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം ശ്രീനന്ദ ആൻസർ പറഞ്ഞിരിക്കുന്നു. തൊട്ടുപിറകിൽ തന്നെ അഭിരാമിയും റയാനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വിഷമിക്കേണ്ട, നമുക്ക് അടുത്തതിൽ പിടിക്കാം കേട്ടോ ജുവൽ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻസർ ഡി ആണ് എന്ന് എല്ലാവർക്കും പിടികിട്ടിയില്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വളരെ ഫാസ്റ്റ് എല്ലാവരും ആൻസർ പറയുക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Which figure will replace the question mark in the series? ഇതൊരു സീരീസ് ആയി പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഫിഗർ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യൂ. ഹായ് മിയ, ഗുഡ് ഈവനിങ് മിയ, ഹാപ്പി ഓണം മിയ. ഈ പ്രാവശ്യം ഏറ്റവും ഫസ്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് ജോബി പീറ്റർ. സ്മൈലിംഗ് ഫൗണ്ടൻ പെൻ പറഞ്ഞിട്ടുണ്ട്, ഡി എന്ന ആൻസർ. ഓക്കെ, അതിൽ ഏറ്റവും ഫസ്റ്റ് ഡി പറഞ്ഞതാ അതോ ജോബിൻ പീറ്റർ തന്നെയാണോ? ശ്രീലക്ഷ്മി ഡി പറഞ്ഞു, ബിൻസി ആരോൺ ഡി പറഞ്ഞു, പിന്നെ ജുവൽ സി ആണ് പറയുന്നത്, എ പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്, ഡി പറയുന്നുണ്ട്. പല പല ആൻസേഴ്സ് ആണ്. ലെറ്റ്സ് ചെക്ക് ആരുടെ ആൻസർ ആണ് ശരിയായിട്ടുള്ളത്. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ഫിഗർ, ഈ ഫസ്റ്റ് റെക്ടാങ്കിൾ ഞാൻ നോക്കുകയാണ്. അതിൽ ഞാൻ ആദ്യം കാണുന്നത് ഒരു സ്മൈലിയാണ്. രണ്ടാമതൊരു ട്രയാങ്കിളും പിന്നെ ഒരു റെക്ടാങ്കിളും കണ്ടു. പിന്നെ ഒരു റെക്ടാങ്കിൾ, ഒരു സ്ക്വയർ, ഒരു സ്റ്റാർ. ഇത്രയും കണ്ടില്ലേ? ഇത് തന്നെയല്ലേ ഈ ഒന്നാമത്തെ ഫിഗർ? അതുപോലെയല്ലേ മൂന്നാമത്തെ ഫിഗർ? ഒരു സ്മൈലി, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, മുകളിൽ റെക്ടാങ്കിൾ, സ്ക്വയർ, സ്റ്റാർ. അപ്പൊ ഒന്നാമത്തെ ഫിഗർ, മൂന്നാമത്തെ ഫിഗർ, അടുത്ത അഞ്ചാമത്തെ ഫിഗർ സെയിം. എങ്കിൽ രണ്ടാമത്തെ ഫിഗറിൽ ആദ്യം സ്റ്റാർ ആണ്, സ്ക്വയർ ആണ്, ഇങ്ങനെ. അപ്പൊ രണ്ടാമത്തെ ഫിഗറും നാലാമത്തെ ഫിഗറും സെയിം ആയിരിക്കും. ഇത് ഇങ്ങനെ ഇങ്ങനെ സെയിം ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ രണ്ടാമത്തെ ഫിഗർ ആദ്യം സ്റ്റാർ വരണം, സ്റ്റാർ.
രണ്ടാമത് സ്ക്വയർ വരണം. അപ്പൊ ഇത് തെറ്റ്, ഇത് തെറ്റ്, ഇത് തെറ്റ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. വളരെ ഫാസ്റ്റ് ആൻസർ കിട്ടി. സി ആണ് ആൻസർ. ആദ്യം സ്റ്റാർ വരണം, പിന്നെ സ്ക്വയർ വരണം, പിന്നെ ഈ ഷേപ്പ് വരണം, അതിനുശേഷം ഈ ഷേപ്പ്, ട്രയാങ്കിൾ, ഈ സ്മൈലി. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന മെത്തേഡ്. അതായത് ആദ്യം ഒരു സർക്കിൾ വന്നു, പിന്നെ ട്രയാങ്കിൾ വന്നു, വീണ്ടും സർക്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ. അടുത്ത എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സർക്കിൾ ആണ്. സെയിം സാധനമാണ്, പക്ഷെ സർക്കിളിന് പകരം കുറെ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വെച്ചേക്കുവാണ്. അങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണോ? അതേ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇതാണ്, ഈ മെത്തേഡാണ് ഏറ്റവും എളുപ്പം. ഇനി വേറൊരു മെത്തേഡ് നോക്കുവാണെങ്കിൽ, ഈ അവസാനം ഇരിക്കുന്ന സാധനമാണ് ഇവിടെ ആദ്യം വന്നേക്കുന്നത്. ഇവിടെ അവസാനം ഇരിക്കുന്ന ആളാണ് ഇവിടെ ആദ്യം വന്നേക്കുന്നത് എങ്കിൽ ഇവിടെ അവസാനം ഇരിക്കുന്ന ആൾ ഇവിടെ ആദ്യം വരണം. അപ്പോഴും നമുക്ക് സ്റ്റാർ ആദ്യം വരും എന്ന് കിട്ടും. അപ്പൊ ഇതിനെ രണ്ടിനെയും കളയാം. ഇനി അവസാനത്തിന്റെ തൊട്ടു മുമ്പുള്ള ആളാണ് ഇവിടെ രണ്ടാമത് വന്നേക്കുന്നത്. അവസാനത്തിന്റെ തൊട്ടു മുമ്പുള്ള ആളാണ് ഇവിടെ രണ്ടാമത് വന്നേക്കുന്നത്. അവസാനത്തിന്റെ തൊട്ടു മുമ്പുള്ള ആളാണ് ഇവിടെ രണ്ടാമത് വരേണ്ടത്. അപ്പോ ഈ ഷേപ്പ് അല്ല, ഇതാണെന്ന് കിട്ടും. രണ്ട് രീതിയിൽ നമുക്ക് ഈ ആൻസർ മനസ്സിലാക്കാൻ പറ്റും. ആദ്യം പറഞ്ഞതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതി. ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് നോക്കാം. ഈ പ്രാവശ്യം ക്ലിയർ ആണ്? നമുക്ക് ഈ പ്രാവശ്യം ആരാണ് ഏറ്റവും ഫസ്റ്റ് ഉത്തരം പറഞ്ഞത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. നിങ്ങൾ പരസ്പരം സംസാരിക്കാണ്ട് നമ്മൾ പറയുന്ന ശ്രദ്ധിക്കണം കേട്ടോ. മാം എന്താണ് ഉത്തരം പറയുന്നത്, എങ്ങനെയാണ് ഇത് വന്നത്, അതൊക്കെ ശ്രദ്ധിക്കണം. അല്ലാണ്ട് ഇവിടെ ഇരുന്ന് കമന്റ് ചെയ്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റുമോ? പഠിക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാരും കൃത്യമായി ഇരുന്ന് പഠിക്കുക. അപ്പൊ ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞ ആൾ ആരാണ്? ആദ്യമൊക്കെ ഡി ആണ് വന്നത്. നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി. ഏറ്റവും ആദ്യം പറഞ്ഞത് ആരാണ്? അതെ, ആദ്യം പറഞ്ഞത് നിഷാ ഗംഗാധരനാണ്. നിഷാ ഗംഗാധരനാണ്. പിന്നീട് ജുവല് പറഞ്ഞു, അഭിരാമി പറഞ്ഞു. അപ്പോ ഏറ്റവും ആദ്യം പറഞ്ഞത് നിഷാ ഗംഗാധരനാണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ഒരു സർക്കിൾ നിങ്ങൾക്ക് കാണാം, അതിനുള്ളിൽ മറ്റൊരു സർക്കിൾ കാണാം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്, കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യൻ മാർക്ക് വന്നത് എന്താണ് ഉത്തരം എന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫൈൻഡ് ദി ക്വസ്റ്റ്യൻ മാർക്ക്. ഏറ്റവും ആദ്യം ആൻസർ പറയുന്ന ആരാണ് എന്ന് നമുക്ക് നോക്കണം. ഹായ് അതുൽ, കൺഗ്രാറ്റ്സ് അതുൽ. ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം അതിലാണ് ആൻസർ പറഞ്ഞത്. പലർക്കും ഡിഫിക്കൽട്ട് ആയിട്ട് ആൻസർ തോന്നിയെങ്കിലും അതിൽ വളരെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. ജുവല് ആൻസർ പറയുന്നു ബി ആണ്. ശ്രീനന്ദ പറയുന്നു ബി ആണ്. അപ്പൊ നമുക്ക് നോക്കാം ആരുടെ ആൻസർ ആണ് ശരിയായിട്ടുള്ളത്. ഒരുപാട് പേർ ബി പറയുന്നുണ്ട്. നോക്കിയേ, 17ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 19 കിട്ടി. 17 പ്ലസ് 2 ആണ് 19. 16ന്റെ കൂടെ 9 കൂട്ടിയപ്പോൾ 25 കിട്ടി. അഡിഷൻ ആണ്. ഇനി നമ്മൾ 8ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ 14 കിട്ടി. എങ്കിൽ ഏതോ ഒരു സംഖ്യ അതിന്റെ കൂടെ 9 കൂട്ടിയപ്പോൾ 25 കിട്ടി. അപ്പൊ ഏത് സംഖ്യയുടെ കൂടാണ് 9 കൂട്ടുമ്പോൾ 25? ഓപ്ഷനിൽ നമുക്ക് നോക്കാം. 16 9 അല്ലേ 25. 16ന്റെ കൂടെ 9 കൂട്ടുമ്പോഴല്ലേ 25. അല്ലെങ്കിൽ 25ന്ന് 9 കുറച്ച് നോക്കുക. അപ്പോഴേ നമുക്ക് കിട്ടും 16. ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. 14ന്റെ കൂടെ 9 കൂട്ടിയാൽ 23 അല്ലേ കിട്ടൂ. അപ്പോ ബി ആണോ ഉത്തരം? ബി ഉത്തരമല്ല. 15ന്റെ കൂടെ 9 കൂട്ടിയാൽ 24 അല്ലേ കിട്ടൂ. ഉത്തരമല്ല. 18ന്റെ കൂടെ 9 കൂട്ടിയാൽ 27 കിട്ടും. അതും ഉത്തരമല്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്.
ഓപ്ഷൻ എ ആദ്യം പറഞ്ഞത് ആരാണ്? ആദ്യമൊക്കെ ബി ആണ് എല്ലാരും പറഞ്ഞത്. ഓപ്ഷൻ എ ആദ്യം പറഞ്ഞത് റയാൻ ലിജോ ആണ്. കൺഗ്രാറ്റ്സ് റയാൻ. റയാൻ ആണ് ഏറ്റവും ആദ്യം ഓപ്ഷൻ എ പറഞ്ഞത്. ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടിയോ? ആൻസർ തെറ്റി. സോ കുഴപ്പമില്ല, ആൻസർ തെറ്റുന്നതിനൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ക്ലിയർ ആണ്? എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ അല്ലേ? ഓക്കെ, ആൻസർ തെറ്റുന്നതിന് ഒരു കുഴപ്പമില്ല, സോറി പറയേണ്ട കാര്യമില്ല. ആൻസർ തെറ്റാം, പക്ഷെ എക്സാമിന് ശരിയാക്കണം. ഇപ്പൊ നമ്മൾ പഠിക്കുകയാണ്, ഓരോ രീതി ഉണ്ട്. ഇങ്ങനെ ആഡിങ് വരും, ഇങ്ങനെ കുറയ്ക്കൽ വരും, ഗുണിക്കൽ വരും, ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പരിചയപ്പെട്ട് പഠിക്കുകയാണ്. ഇപ്പൊ നമുക്ക് തെറ്റിപ്പോകും, അത് സ്വാഭാവികമാണ്. ക്ലിയർ ആണ്? അപ്പൊ എല്ലാവർക്കും ഉത്തരം കിട്ടി, മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് തെറ്റത്തില്ലല്ലോ. അപ്പോ ഇവിടെ ഒരു കാര്യം, ഇവിടെ ചെറിയ സംഖ്യയാണ് ആദ്യം. കണ്ടോ, എല്ലാത്തിലും ആദ്യം ചെറിയ സംഖ്യയാണ്, പിന്നെ കൂട്ടുമ്പോഴാണ് ഈ വലിയ സംഖ്യയിലോട്ട് ഉത്തരത്തിലേക്ക് എത്തുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. എല്ലാവരും ആൻസർ ഏറ്റവും ഫാസ്റ്റ് ചെയ്യുന്ന ആരാന്ന് നോക്കണം. വിച്ച് ഈസ് ദ നെക്സ്റ്റ് ടേം ഇൻ ദിസ് സീരീസ്? വിച്ച് ഈസ് ദ നെക്സ്റ്റ് ടേം ഇൻ ദിസ് സീരീസ്? ഇപ്രാവശ്യം അതില് ടോപ്പിൽ പറഞ്ഞു, റയാൻ പറഞ്ഞു, ജ്വല് പറഞ്ഞു, അല്ലെ, ശിവു ആദ്യം പറഞ്ഞു. അപ്പൊ ഒരുപാട് പേര് ഏറ്റവും ആദ്യം ഉത്തരം പറയുന്നുണ്ട്. ഹന്ന ഫാസ്റ്റായി പറയണേ. ജ്വൽ ആൻസർ പറയുന്നു സിയാൻ. നമുക്ക് നോക്കാം ആരുടെ ഉത്തരമാണ് ശരിയായിട്ടുള്ളത്. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ജ്വൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു, സി ആണ്. ശ്രീലക്ഷ്മി എ ആണ് എന്ന് പറയുന്നു. ഫിയോന ബി ആണ് എന്ന് പറയുന്നു. ജ്വൽ ആൻസർ 29 ആണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു. ശ്രീനന്ദ സി ആണ് എന്ന് പറയുന്നു. അപ്പൊ പല ആൻസേഴ്സ് ആണ്. 5 2 കൂട്ടിയപ്പോൾ 7 കിട്ടി. 3 കൂട്ടിയപ്പോൾ 10 കിട്ടി. 4 കൂട്ടിയപ്പോൾ 14 കിട്ടി. അടുത്ത എന്ത് കൂട്ടണം? 2 3 4 5 കൂട്ടണം. 19 കിട്ടി, അല്ലെ? ഇനി അടുത്ത എന്ത് കൂട്ടേണ്ടി വരും? 6 25. ഇനി എന്ത് കൂട്ടണം? 7 2 3 4 5 6 7. 25 7 32 അല്ലേ? അപ്പൊ ആൻസർ 32 സി അല്ലേ? നോക്കിയേ, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. 5ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 7 കിട്ടി. 7ന്റെ കൂടെ 3 കൂട്ടി 10 കിട്ടി. 10ന്റെ കൂടെ 4 കൂട്ടി 14 കിട്ടി. 14ന്റെ കൂടെ 5 കൂട്ടി 19 കിട്ടി. 19ന്റെ കൂടെ 6 കൂട്ടണം, 25. 25ന്റെ കൂടെ 7 ആണ് കൂട്ടേണ്ടത്. 7 5 12 32 ആണ് ആൻസർ. ഓപ്ഷൻ സി ആ. ഓക്കെ, പിടികിട്ടി? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ആൻസർ ഓപ്ഷൻ സി പറഞ്ഞത് ജ്വൽ. കൺഗ്രാറ്റ്സ് ജ്വൽ. അപ്പോ നമ്മുടെ ആൻസർ എന്താണ്? ആദ്യം 2 ആണ് കൂട്ടിയത്, പിന്നെ 3 ആണ്, പിന്നെ 4 ആണ്, പിന്നെ 5 ആണ്, പിന്നെ 6 ആണ്, പിന്നെ 7 ആണ് കൂട്ടിയത്. എല്ലാവർക്കും മാം പറഞ്ഞ ആൻസേഴ്സ് എല്ലാം ക്ലിയർ ആയോ? എല്ലാവർക്കും പിടികിട്ടിയോ? മനസ്സിലാകുന്നുണ്ടോ? ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ ഒന്ന് ഇമോജീസ് ഇട്ടേ. ഇതുവരെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു. ആദ്യം നമ്മൾ എന്താണ് പാറ്റേൺസ് എന്നൊക്കെ മനസ്സിലാക്കി, അതിനകത്ത് കുറെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കണ്ടു. അതിനുശേഷം ഒരു ഫോർമൽ ക്വസ്റ്റ്യനിലേക്ക് വന്നു, സ്ക്വയേഴ്സ് ഒക്കെ പഠിച്ചു. പിന്നീട് നമ്മൾ ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ കണ്ടു, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു, ഗുണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നെ നമ്മളൊരു ലെറ്റർ ക്വസ്റ്റ്യൻ കണ്ടു. അതിനുശേഷം മാം ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അല്ലെ? പിന്നീട് നമ്മൾ ഈ ഒരു ഫിഗർ പാറ്റേൺ ക്വസ്റ്റ്യൻ കണ്ടു. അടുത്തത് ഒരു ഫിഗർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നു, ഇത് ചെയ്തു. ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ടല്ലോ? മാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ട് തെറ്റി എന്ന് പിടികിട്ടിയില്ലേ? ഇനി തെറ്റിക്കത്തില്ലല്ലോ, ഇനി എല്ലാരും ശരിയാക്കില്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പോവുകയാണ്. ഈ പ്രാവശ്യം വീണ്ടും ജ്വൽ ആണ് ടോപ്പിൽ വന്നിരിക്കുന്നത്. കൺഗ്രാറ്റ്സ് ജ്വൽ. നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ജ്വൽ ആണ്. കൺഗ്രാറ്റ്സ്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്, ആരായിരിക്കും ടോപ്പിൽ വരാൻ പോകുന്നതെന്ന് മാം ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം. ഫൈൻഡ് ദി മിസ്സിംഗ് ടേം. ക്ലിയർ ആണ്? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ,
32 എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും വളരെ ഫാസ്റ്റ് ആയിട്ട് ഉത്തരം ടൈപ്പ് ചെയ്യുക. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ആൻസർ ഒക്കെ മെസ്സേജ് അയക്കുക. ആൻസർ വന്നു കഴിഞ്ഞു. നമുക്ക് നോക്കാം. ജ്വല എ പറഞ്ഞിട്ടുണ്ട്, അഭിരാമി ഡി പറയുന്നു, ശ്രീനന്ദ ഡി പറയുന്നു, അഞ്ചൽ കൃഷ്ണ ആൻസർ ടൈപ്പ് ചെയ്തത് 20 ആണ് എന്ന് നിഷ എ പറയുന്നു, ഫിയോന എ പറയുന്നു. അപ്പൊ എയും ഡിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ഒരു കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത്. ഭയങ്കര മത്സരം. എ ആണോ ഡി ആണോ, എ ആണോ ഡി ആണോ എന്നൊക്കെ പറയുകയാണ്. അപ്പോ 20 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കണം ആരുടെ ഉത്തരമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്കൊരു സ്റ്റാർ കാണാം അല്ലെ. ഒരു സ്റ്റാറിനകത്താണ് കുറെ നമ്പേഴ്സ് എഴുതി വെച്ചേക്കുന്നത്. ഏറ്റവും ചെറിയ നമ്പർ 2 ആണ്. 2ന്റെ കൂടെ 3 കൂട്ടാമെങ്കിൽ നമുക്ക് 5 കിട്ടില്ലേ? 2ന്റെ കൂടെ 3 കൂട്ടാമെങ്കിൽ 5 കിട്ടും. ഇനി 5ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 9 കിട്ടും? ചെറിയ നമ്പർ ആയതുകൊണ്ട് കൂട്ടുമായിരിക്കുമല്ലോ. 4. 9ന്റെ കൂടെ എത്ര കൂട്ടിയാൽ നമുക്ക് 14 കിട്ടും? ഇപ്പൊ 4 ആണെങ്കിൽ ഇനി അടുത്ത 5 ആയിരിക്കുമല്ലോ. 3, 4, 5, 14 കിട്ടി. 14ന്റെ കൂടെ അപ്പൊ 6 കൂട്ടുമ്പോൾ നമുക്ക് 20 കിട്ടും. 20ന്റെ കൂടെ നമുക്ക് 7 കൂട്ടുമ്പോൾ 27 കിട്ടും. ഇതാണ് ഈ സീരീസ്. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. 14ന്റെ കൂടെ എത്ര കൂട്ടണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. 14ന്റെ കൂടെ 6 ആണ് കൂട്ടേണ്ടത്. അപ്പൊ നമ്മുടെ ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത്. ഉത്തരമായ 20 ആണ് ഇവിടുത്തെ ആൻസർ. ആൻസർ ഡി ആണ്. ആൻസർ ഡി ആണ്. എല്ലാവർക്കും പിടികിട്ടിയോ? ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുന്നത് അഭിരാമിയാണ്. കൺഗ്രാറ്റ്സ് അഭിരാമി. അഭിരാമിയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞത്. ആദ്യം 3 കൂട്ടി, പിന്നെ 4 കൂട്ടി, 5, 6, 7. അപ്പൊ 6 കൂട്ടുന്നതാണ് നമ്മുടെ ഉത്തരമായി വരുന്നത്. ആൻസർ 20 ആണ്. എല്ലാവർക്കും എങ്ങനെയാണ് ആൻസർ വന്നത് എന്ന് മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ എങ്ങനെയാണ് ഈ ആൻസർ വന്നത്, എന്തുകൊണ്ടാണ് ഇത് ആൻസർ ആയത് എന്ന് പിടികിട്ടിയോ? ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എല്ലാരും അടുത്ത ക്വസ്റ്റ്യൻ കാണാൻ ഒരു വെയിറ്റിംഗ് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും, എനിക്ക് ശരി ഉത്തരം കിട്ടുമോ, ഇതൊക്കെ വെയിറ്റിംഗ് ആണോ നിങ്ങള്? എങ്കിൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് പറയുന്ന ആളാര് എന്ന് നമുക്ക് നോക്കണം. ഈ പ്രാവശ്യം അഭിരാമി ആയിരുന്നു. കൺഗ്രാറ്റ്സ് അഭിരാമി. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫിഗറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ. ആൻസർ വന്നു. ശ്രീലക്ഷ്മിത പറയുന്നു സി, നിഷ പറയുന്നു സി, ജുവൽ പറയുന്നു ബി, റയാൻ പറയുന്നു സി, ഇസൈ സി പറയുന്നു, ഫിയോന എ പറയുന്നു. അപ്പൊ പല ആൻസേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കണം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫിഗർ എല്ലാവർക്കും വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതാ നമ്മുടെ ഫിഗർ. നമ്മുടെ ഫിഗർ എല്ലാരും കണ്ടോ? നമ്മുടെ ഫിഗർ എല്ലാരും കണ്ടോ? നല്ല വലുതായിട്ട് തന്നെ കാണാൻ പറ്റിയോ ഫിഗർ? ഓക്കെ. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ആദ്യം നിങ്ങൾ ഒരു സ്റ്റാർ കണ്ടു, ഒരു സർക്കിൾ കണ്ടു. ഇവിടെ ഒരു സർക്കിൾ കണ്ടു, ഒരു സ്റ്റാർ കണ്ടു അല്ലെ? അപ്പൊ ഈ ഒരു കോൺ ഷേപ്പില് സെയിം ആണ് ഫിഗർ. കോൺ ഷേപ്പിൽ എന്താണ്? ഫിഗർ സെയിം ആണ്. കോൺ ഷേപ്പിലെ ഫിഗർ എന്താണ്? സെയിം ആണ് അല്ലെ? ഈ ഫിഗറും സെയിം ആണ്. എങ്കിൽ പിന്നെ ഈ ഫിഗറും ഇപ്പുറത്തെ ഫിഗറും സെയിം ആയിരിക്കില്ലേ? ആണല്ലോ. അപ്പൊ ഇപ്പുറത്തെ ഫിഗറിലുള്ള ആൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിമ്പലും ഒരു പ്ലസ് ചിഹ്നവുമല്ലേ? ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിമ്പലും ഒരു പ്ലസ് ചിഹ്നവുമല്ലേ? അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ സ്റ്റാർ ആണോ? വേണ്ടതല്ല. ഈ സ്റ്റാർ ഉള്ളതെല്ലാം ഞാൻ വെട്ടി. അപ്പൊ എന്റെ ഉത്തരം എന്തുവാ? ഇതാണ്.
സ്റ്റാർ ഉള്ളതിനെല്ലാം വെട്ടിയെറിഞ്ഞു. എനിക്ക് സ്റ്റാർ ആണോ ഇവിടെ വരേണ്ടത്? അല്ല, ഈ ഒരു ചിഹ്നവും പ്ലസ് ചിഹ്നവുമുള്ള ഉത്തരമാണ് എനിക്ക് വേണ്ടത്. അപ്പൊ എന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് എന്റെ ഉത്തരം. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, കൺഗ്രാറ്റ്സ്. ഏറ്റവും ആദ്യം ആരാണ് പറഞ്ഞതെന്ന് നാം ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും ആദ്യം പറഞ്ഞത് ശ്രീലക്ഷ്മിയാണ്. കൺഗ്രാറ്റ്സ് ശ്രീലക്ഷ്മി, കൺഗ്രാറ്റ്സ്. പിടികിട്ടിയോ? ജുവലിന് മനസ്സിലായോ? ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് ആൻസർ അല്ലാത്ത സാധനം നമ്മൾ അങ്ങ് ഉത്തരമല്ല എന്ന് മനസ്സിലാക്കി അത് വെട്ടിക്കളയാം. സ്റ്റാർ എന്തായാലും വരില്ല. അപ്പൊ സ്റ്റാർ ഉള്ള ഓപ്ഷൻസ് എല്ലാം ഞാൻ വെട്ടി, പിന്നുള്ളത് ഇല്ല. ക്ലിയർ ആണ്? ആ കോണ് ഒരുപോലാണോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? എങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാൻ പോവുകയാണ്. എല്ലാവരും റെഡിയാണോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Rajesh made the input-output table given below. Input table 30, 18, 54. Output table 5, 3, 9. What rule can be used to find each output number? Multiply by 7, divide by 6, divide by 7, multiply by 6. അപ്പൊ രാജേഷ് എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട് ടേബിളും ഉണ്ടാക്കി. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറാണ്. അപ്പൊ 30 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട്, 18 എന്ന് പറയുന്ന മറ്റൊരു ഇൻപുട്ട്, 54 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് എടുത്തു. അപ്പോ എന്തോ ഒന്ന് ചെയ്തപ്പോൾ ഇതിന് ഫൈനൽ റിസൾട്ട് കിട്ടി. ഫൈനൽ റിസൾട്ട്സിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്പുട്ട് ആയിട്ട് 5 കിട്ടി, 3 കിട്ടി, 9 കിട്ടി. എങ്കിൽ രാജേഷ് എന്ത് റൂളാണ് ഔട്ട്പുട്ട് കിട്ടാനായി ഉപയോഗിച്ചത് എന്നാണ് ചോദ്യം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഇൻപുട്ടായി 2 നമ്പേഴ്സ് ഉണ്ട്, 5 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ എനിക്ക് ഔട്ട്പുട്ടായി 7 കിട്ടി എന്ന് ഞാൻ പറഞ്ഞാൽ 5ന്റെ കൂടെ 2 കൂട്ടി എന്ന് നിങ്ങൾക്ക് പിടികിട്ടി. അതുപോലെ തന്നെ ഇൻപുട്ടായി എനിക്ക് 5ഉം 2ഉം ഉണ്ട്, പക്ഷെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയത് 3 ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി 5ന്റെ കൂടെ ഞാൻ 2 കുറച്ച് ചെയ്ത് ഞാൻ ഇവിടെ ഫസ്റ്റ് നമ്പറിൽ നിന്ന് സെക്കൻഡ് നമ്പർ സബ്ട്രാക്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് പിടികിട്ടി. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളുടെ ഈ പ്രാവശ്യത്തെ ആൻസർ ഏറ്റവും ഫാസ്റ്റ് ആയി പറഞ്ഞത് ആരാണ്? ജുവൽ ബി പറയുന്നുണ്ട്. ജുവൽ ഏറ്റവും ഫാസ്റ്റ് പറഞ്ഞത്. പിന്നെ റയാൻ ഡി പറയുന്നു, പിന്നെ ശ്രീലക്ഷ്മി ഡി പറയുന്നു, ശിവാനന്ദൻ ഡി പറയുന്നു, ശ്രീനന്ദ ബി പറയുന്നു, ആവണി പറയുന്നുണ്ട്. ലെറ്റ്സ് ചെക്ക് ആരുടെ ആൻസർ ആണ് ശരി. അപ്പൊ ഇവിടെ 30, 18, 54 ഇത് വലിയ നമ്പറാണ്. കുഞ്ഞു നമ്പറിലേക്ക് എത്തി. വലിയ നമ്പർ ചെറുതാകണമെങ്കിൽ അതൊരു ഡിവിഷൻ ആണ് നടത്തേണ്ടത്. 30യെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 കിട്ടി. 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 കിട്ടി. 54നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9 കിട്ടി. അപ്പൊ ഡിവിഷൻ ബൈ 6 ആണ്. വലിയ നമ്പർ ചെറുതാകണമെങ്കിൽ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഇൻപുട്സിനെ എല്ലാം 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വാല്യൂസ് ലഭിച്ചു. എല്ലാവർക്കും മനസ്സിലായോ? കുറെ പേര് ഡി പറഞ്ഞു. മൾട്ടിപ്ലൈ ബൈ 6 നോക്കിയേ, 30ന്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്താൽ ഔട്ട്പുട്ട് 180 ആകണ്ടേ? 18ന്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം എന്താകണം? 108 ആകണം. 54ന്റെ കൂടെ 6 ഗുണിച്ചാലും വലിയ നമ്പർ ഇവിടെ വരണ്ടേ? അപ്പോ 6 കൊണ്ട് ഗുണിച്ചേതോ? അല്ല. ഈ 5ന്റെ കൂടെ 6 ഗുണിച്ചാൽ 30 കിട്ടും. 3ന്റെ കൂടെ 6 ഗുണിച്ചാൽ 18 കിട്ടും. 9ന്റെ കൂടെ 6 ഗുണിച്ചാൽ 54 കിട്ടും. പക്ഷെ ഇവിടെ ഇൻപുട്ടിനെയാണ് എന്തോ ചെയ്തപ്പോഴാണ് ഔട്ട്പുട്ട് കിട്ടിയത്. ഇൻപുട്ടിനെ 6 കൊണ്ട് ഹരിച്ചപ്പോഴാണ് കിട്ടിയത്. അല്ലാതെ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്താൽ ഇൻപുട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ ചോദിച്ചില്ല. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഈ പ്രാവശ്യം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കറക്റ്റ് ആൻസർ ബി പറഞ്ഞത് ആരാണ്? ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കറക്റ്റ് ആൻസർ ആയ ബി പറഞ്ഞത് ആരാണ്?
ആരാണ്? ജുവൽ ആണ്. കൺഗ്രാറ്റ്സ് ജുവൽ. വീണ്ടും ജുവൽ കറക്റ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് ടോപ്പ് ഫസ്റ്റ് തന്നെ നിലനിർത്തുകയാണ്, ടോപ്പ് 1-ൽ എത്തിയിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് തെറ്റു പറ്റാൻ പ്രശ്നമില്ല. നിങ്ങൾ ഉദ്ദേശിച്ചതൊക്കെ ശരിയാണ്, പക്ഷെ കറക്റ്റ് ആൻസർ അങ്ങോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 6 കൊണ്ട് നിങ്ങൾ ഗുണിച്ചു നോക്കി 30 കിട്ടി. 6 3 ഗുണിച്ചു 18 കിട്ടി. പക്ഷെ ഇവിടെ ഡിവിഷൻ ആയിരുന്നു ഉത്തരം. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ടോ ഇന്നത്തെ സെക്ഷൻ? ഓക്കെ ആണ്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നെയിം ഓഫ് ദ നെക്സ്റ്റ് ഫിഗർ ഇൻ ദി പാറ്റേൺ ഗിവൺ ബിലോ. അടുത്ത പാറ്റേണിന്റെ പേര് എന്താണ് എന്ന് നമ്മൾ ഉത്തരം പറയണം. ഓപ്ഷൻ എ ഹെപ്റ്റഗൺ, ഓപ്ഷൻ ബി പെന്റഗൺ, ഓപ്ഷൻ സി ഒക്ടഗൺ, ഓപ്ഷൻ ഡി റെക്ടാംഗിൾ. ഹായ് ശിവാനന്ദ്. ജുവല വളരെ ഫാസ്റ്റ് ആൻസർ പറഞ്ഞു, ഓപ്ഷൻ സി പറഞ്ഞു. നോക്കാം നമുക്ക്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഷേപ്പുകളൊക്കെ പറഞ്ഞു തന്നതാണ്. 2 ലൈൻസ് ആണ്, അതായത് 3 ലൈൻസ് കൊണ്ടാണ് നമ്മളുടെ ഷേപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 സൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും ട്രയാങ്കിൾ. 4 ഷേപ്പുള്ള റെക്ടാങ്കിൾ ആണ്, പിന്നെ സ്ക്വയർ ഉണ്ട് അല്ലെ. 4 ഷേപ്പുള്ള പല സാധനങ്ങൾ നമുക്കറിയാം. റെക്ടാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, പലത്. 5 സൈഡ് ഉണ്ട്. 5 സൈഡ് ഉണ്ട് എങ്കിൽ ഈ ലൈൻസ് ആണ് സൈഡ്. 5 സൈഡ് ഉണ്ടെങ്കിൽ പെന്റഗൺ എന്നാണ് വിളിക്കുന്നത്. പെന്റഗൺ 5 സൈഡ്. 6 സൈഡ് ഉണ്ടെങ്കിൽ ഇത് 4 സൈഡുള്ള റെക്ടാങ്കിൾ, ഇത് 5 സൈഡുള്ള പെന്റഗൺ. 1 2 3 4 5. 1 2 3 4 5 6 സൈഡ്. അപ്പൊ ഇതിനെ വിളിക്കുന്നത് ഹെക്സഗൺ എന്നാണ്. ഹെക്സഗൺ. അപ്പോ 4 5 6. അടുത്ത ഏത് സൈഡാണ്? 7 സൈഡാണ്. 7 സൈഡിനെ വിളിക്കുന്ന പേര് ഹെപ്റ്റഗൺ എന്നാണ്. 8 സൈഡിനെ വിളിക്കുന്നത് ഒക്ടഗൺ എന്നാണ്. ഈ ഹെപ്റ്റഗണിനെ സെപ്റ്റഗൺ എന്നും പറയാറുണ്ട്. വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. നമ്മൾ ഈ ഹെപ്റ്റഗൺ പഠിച്ചു വെച്ചാൽ മതി. ചിലരൊക്കെ സെപ്റ്റഗൺ എന്നൊക്കെ പറയാറുണ്ട്. വളരെ റെയർ ആണ് അത് അങ്ങനെ കേൾക്കുന്നത്. അപ്പൊ ഹെപ്റ്റഗൺ പഠിക്കുക. 7 സൈഡ് ഹെപ്റ്റഗൺ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. എ എന്ന് പറയുന്ന ആൻസർ ആരും തന്നെ എനിക്ക് തോന്നുന്നു മെസ്സേജ് അയച്ചില്ല എന്നല്ലേ. ഓക്കെ ആണ്. അതായത് ഇത് 4 സൈഡാണ്. ദ നെയിം നെക്സ്റ്റ് ഫിഗർ ഇൻ ദ പാറ്റേൺ ബിലോ. 4 5 6 7. എ ആണ് ഹെപ്റ്റഗൺ. 7 സൈഡ് ആണെങ്കിൽ ഹെപ്റ്റഗൺ അല്ലെങ്കിൽ സെപ്റ്റഗൺ എന്നാണ് പറയുന്നത്. ഒക്ടഗൺ 8 സൈഡാണ്. പെന്റഗൺ 5 സൈഡാണ്. റെക്ടാങ്കിൾ 4 സൈഡാണ്. അപ്പൊ ഒക്ടഗൺ എന്ന് വെച്ചാൽ 8 ആണ്. ഒക്ടേറ്റ് 8 ആണ്. അപ്പൊ സി അല്ല ഉത്തരം. ആൻസർ ഓപ്ഷൻ എ ആണ്. പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ ആണ്. ക്ലിയർ ആണ്. ഓ, എ ഓ സി എന്ന് എഴുതി അല്ലേ? ഓക്കെ ഓക്കെ. സി വരില്ല, ഒക്ടഗൺ അല്ല. കാര്യം ഒക്ടഗൺ 8 എണ്ണമാണ്. 7 ഹെപ്റ്റഗൺ ആണ് ആൻസർ. പെന്റഗൺ 5 ആണ്. റെക്ടാങ്കിൾ 4 ആണ്. 4 സൈഡാണ്. സൈഡ് വെച്ചിട്ടാണ് നമ്മൾ പേരിടുന്നത്. നെയിം ചെയ്യുന്നത് സൈഡ് വെച്ചിട്ടാണ്. 3 സൈഡ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ട്രയാങ്കിൾ എന്ന് വിളിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്. വളരെ ഫാസ്റ്റ് എല്ലാവരും ഉത്തരം പറയുക. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കിട്ടിയോ? ജുവൽ എ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരുടെ ഉത്തരമാണ് ശരി. വേറെ ആൻസേഴ്സ് വരുന്നുണ്ടോ? എല്ലാരും കമന്റ് ചെയ്യുക. എല്ലാരും കമന്റ് ചെയ്യുക. ഒരുപാട് പേര് ഓൺലൈനിലുണ്ട്, പക്ഷെ കമന്റ് വരുന്നില്ലല്ലോ. മലയാളം പറയാലോ.
3 വശമുള്ളതിനെ ത്രികോണം എന്ന് പറയുന്നു. 4 വശമുള്ളതിനെ ചതുർഭുജം എന്ന് പറയും. ചതുരം റെക്ടാങ്കിൾ. 5 വശമുള്ളതിനെ പഞ്ചഭുജം എന്ന് പറയും. 6 വശമുള്ളതിനെ ഷഡ്ഭുജം എന്ന് പറയും. ക്ലിയർ ആണ്? ഇങ്ങനെ പോകുന്നു. സപ്തഭുജം, 7 എന്ന് വെച്ചാൽ സപ്തമാണ്. 8 ഒക്ടഗൺ. അപ്പോ ഇങ്ങനെ പോവുകയാണ്. ഇത് ത്രയാങ്കിൾ, ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, സപ്തഭുജം. ക്ലിയർ ആണ്? അപ്പോ ഇനി നമുക്ക് സപ്തഭുജം ഇത് നോക്കാം. 12ന്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 16 കിട്ടി. ആദ്യ ടേബിൾ ഞാൻ ഇതാണ് പറയുന്നത്. 12ന്റെ കൂടെ 4 കൂട്ടി 16 കിട്ടി. ഇനി ഞാൻ ഇത് നോക്കുന്നു. 1ന്റെ കൂടെ 8 കൂട്ടി 9 കിട്ടി. 7ന്റെ കൂടെ 10 കൂട്ടി 17 കിട്ടി. എങ്കിൽ 9ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ 23 കിട്ടും? 12 കൂട്ടിയാൽ 9ന്റെ കൂടെ 12 കൂട്ടിയാൽ 21 കിട്ടും. 9ന്റെ കൂടെ 16 കൂട്ടിയാൽ 25 ആകും. 9ന്റെ കൂടെ 14 കൂട്ടിയാൽ 23 കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ 23ൽ നിന്ന് 9 കുറയ്ക്കുക. അല്ലെ? 23ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ 14 എന്ന് കിട്ടും. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? എത്ര പേർക്ക് പിടികിട്ടി? എത്ര പേർക്ക് പിടികിട്ടി? ഏറ്റവും ഫസ്റ്റ് ആരാണ് ഉത്തരം പറഞ്ഞത്? നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന ഉത്തരം ഫാസ്റ്റ് ആയി പറഞ്ഞ ആരാണ് നമുക്ക് നോക്കണം. പന്ത്രണ്ട് എന്നാണ് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അനിഖയാണ് ഈ പ്രാവശ്യം സി എന്ന ആൻസർ വളരെ ഫാസ്റ്റ് ആയി പറഞ്ഞത്. അനിക പറഞ്ഞു. അഞ്ചൽ കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് 14 ആണ് ഉത്തരം എന്ന്. വളരെ കുറച്ചു പേർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണ്? ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പൊ എല്ലാവർക്കും ഉത്തരം പിടികിട്ടിയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. എന്താണ് പാറ്റേൺ കംപ്ലീഷൻ എന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ സ്ക്വയറുകളെല്ലാം കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ബൈ ഹാർട്ട് ചെയ്യുക. ഈ ഒരു സീരീസ് പഠിച്ചു, ഇത് പഠിച്ചു. ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഫിഗർ രൂപത്തിൽ വരും, നമ്പേഴ്സ് ഇട്ട് വരും, കണ്ടോ? കൂട്ടി വരും, കുറച്ച് വരും, ഗുണിച്ചു വരും, പല രീതിയുണ്ട്. നമുക്കൊരു ലോജിക്കാണിത്. നമ്മൾ ഇത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ആ ലോജിക്ക് വർക്ക്ഔട്ട് ആകും. ക്ലിയർ ആണ്? ഗുണിക്കുന്നത് വരും, അടുത്ത ഫിഗർ ഏത് എന്ന് ചോദിക്കും. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഇമോജീസ് ഒക്കെ ഒന്ന് അയച്ചേ. ഇമോജീസ് ഒക്കെ ഒന്ന് അയച്ചേ. എല്ലാവർക്കും ക്ലാസ് ഇന്നത്തെ ഇഷ്ടപ്പെട്ടോ? വളരെ ഫാസ്റ്റ് നമ്മുടെ സമയം പോയില്ലേ? നമ്മൾ എൻജോയ് ചെയ്തല്ലേ ക്ലാസ് ഒക്കെ കണ്ടത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഹാപ്പി ആണോ? ഓക്കെ ആണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നന്നായി പഠിക്കുക, ആഘോഷിക്കുക, സന്തോഷിക്കുക. അപ്പോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.